നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 80ാം സ്വാതന്ത്ര്യദിന നിറവിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയുടെ വീഥികളിൽ വന്ദേ മാതരം മുഴങ്ങി. രാജ്യം 80ാം സ്വാതന്ത്ര്യദിന നിറവിൽ സംസ്ഥാന തലത്തിൽ ദേശീയ പതാക ഉയർത്തി. ക്ഷേമപ്രവർത്തനങ്ങൾ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമെന്ന് ഊന്നിപ്പറഞ്ഞ് വി.ഡി. സതീശൻ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2047 രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്നും യുവാക്കളുടെ ഉന്നമനത്തിനായി പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകി അധികൃതർ. കടുത്ത ഭീതിയിൽ ജനങ്ങൾ. വാർത്തകൾ വിശദമായി. 80ാം സ്വാതന്ത്ര്യദിന നിറവിൽ രാജ്യം. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ചെങ്കോട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം സമ്പൂർണ്ണമായി ആലപിച്ചു. ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസംഗത്തിൽ എല്ലാ മനസ്സുകളിലും വന്ദേമാതരം മുഴങ്ങുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 80ാം സ്വാതന്ത്ര്യദിനത്തിന്റെ നിറവിലാണ് നമ്മുടെ മഹത്തായ രാജ്യം. രാജ്യതലസ്ഥാനമായ ദില്ലി കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഡൽഹി സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കുമ്പോഴും പൗരന്മാരുടെ ആവേശത്തിന് യാതൊരു കുറവുമില്ല. രാജ്ഘട്ടിലെ നിർവൃതി നിർഭരമായ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നു. ശേഷം അദ്ദേഹം ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലും ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയുടെ ചരിത്ര വഴികളിൽ വന്ദേമാതരം സമ്പൂർണ്ണമായി ആലപിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഊർജ്ജം പകർന്ന ദേശീയ ഗീതത്തിന് ആദരവായി വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തുന്നതും ചടങ്ങിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. കായിക, ശാസ്ത്ര, കാർഷിക, സാങ്കേതിക മേഖലകളിൽ മികവു തെളിയിച്ച 5000-ഓളം പ്രത്യേക അതിഥികളാണ് ചെങ്കോട്ടയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പ്യാഡുകൾ മെഡലുകൾ വാരിക്കൂട്ടിയ മിടുക്കരായ യുവപ്രതിഭകളും ഇതിൽ ഉൾപ്പെടുന്നു. ഹർ ഘർ തിരംഗ ക്യാമ്പയിനിലൂടെ വീടുകൾ തോറും ഉയരുന്ന ത്രിവർണ്ണ പതാക രാജ്യസ്നേഹത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് നടക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രാവിലെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തി. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങുകളിലും സ്കൂളുകളിലും വന്ദേമാതരം ഉണ്ടായിരിക്കില്ല. ചരിത്രവും വർത്തമാനവും കോർത്തിണക്കി രാജ്യത്തിന്റെ ഭാവി ലക്ഷ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ സ്വാതന്ത്ര്യദിനം ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ അഭിമാനത്തിന്റെ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തുകയും പരേഡ് അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. പ്രകൃതി ദുരന്തത്തെയും പ്രളയത്തെയും നേരിടാൻ സംസ്ഥാനത്ത് പുതിയ ശാസ്ത്രീയ പ്രതിരോധ സംവിധാനം നടപ്പിലാക്കുമെന്നും ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല പ്രധാന ആഘോഷ ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെ ദേശീയ പതാക ഉയർത്തുകയും വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ മുഖ്യമന്ത്രി പ്രകൃതി ദുരന്തങ്ങളെയും പ്രളയത്തെയും സയന്റിഫിക്കായി നേരിടാൻ സംസ്ഥാനത്ത് പുതിയ ശാസ്ത്രീയ പ്രതിരോധ സംവിധാനം നടപ്പിലാക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ക്ഷേമ പ്രവർത്തനങ്ങൾ ഔദാര്യമല്ല, മറിച്ച് ജനങ്ങളുടെ അവകാശമാണെന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയ്ക്കുണ്ടായ വിവേചനം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം യുവതലമുറയുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും സംസാരിച്ചു. നമ്മുടെ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവൂ. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം പകലിൽ മാത്രമല്ല രാവിലുമുണ്ട് എന്ന സന്ദേശമുയർത്തി വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ റീസർച്ച് സേഫ് വുമൺ സേഫ് കേരള നൈറ്റ് ഗ്യാതറിംഗും സംഘടിപ്പിച്ചിരുന്നു. പുതുതലമുറയ്ക്ക് സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ വഴിയൊരുക്കണമെന്നും ലഹരി എന്ന വിപത്തിനെ പടിയിറക്കണമെന്നും ഇവ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിലുള്ളവയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും
അപകീർത്തിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതുയുഗ കേരളം എന്നത് വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യദിനാശംസകൾ. ഈ പരിപാടിയിൽ വനിതാ ബുള്ളറ്റ് റാലി, ഷീ സൈക്ലിംഗ്, സ്കേറ്റിംഗ്, കളരിപ്പയറ്റ്, ആത്മരക്ഷാ പരിശീലനം, സൂംബ സെഷനുകൾ എന്നിവ അരങ്ങേറി. തിരുവനന്തപുരത്തെ പ്രധാന ചടങ്ങിന് പുറമെ 14 ജില്ലകളിലും ആഘോഷങ്ങൾ വിപുലമായി നടന്നു. കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പതാക ഉയർത്തിയപ്പോൾ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിൽ ചുമതലയുള്ള മന്ത്രിമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേ മാതര ആലാപനം ഉണ്ടാകില്ല. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള ലക്ഷ്യവും യുവാക്കൾക്കുള്ള പുതിയ പദ്ധതികളും സപ്തധാര വികസന നയങ്ങളും ചെങ്കോട്ടയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ നടന്ന ആവേശോജ്വലമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണ പുതുക്കിയ ചടങ്ങിൽ ദേശീയ ഗാനത്തിന് പുറമെ ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150ാം വാർഷിക വേളയിലായിരുന്നു ഈ ചരിത്ര മുഹൂർത്തം. ചടങ്ങിൽ പ്രധാനമന്ത്രി എത്തിയതോടെ ബാൻഡ് സംഘം വന്ദേ മാതരം ആലപിച്ചു. തുടർന്നായിരുന്നു പതാക ഉയർത്തലും 21 നേതാക്കളുടെ സല്യൂട്ടിനൊപ്പം ജനഗണമന ആലാപനവും. 2047 ഇന്ത്യയെ പൂർണ്ണമായും ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്നും 140 കോടി ജനങ്ങളുടെ ഒത്തൊരുമയും കഴിഞ്ഞ പതിറ്റാണ്ടിലെ നേട്ടവുമാണ് ഇതിന്റെ അടിത്തറയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10-12 വർഷത്തിനിടെ ഡിജിറ്റൽ ഇടപാടുകൾ 100%-ലധികം വർദ്ധിച്ചതും 1925 മുതൽ 90 വർഷം കൊണ്ട് 30% മാത്രം പൂർത്തിയായ റെയിൽവേ വൈദ്യുതീകരണം കഴിഞ്ഞ പതിറ്റാണ്ടുകൊണ്ട് 100%-ൽ എത്തിച്ചതും മുൻപ് 70 നഗരങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന പൈപ്പ് ലൈൻ പാചകവാതകം ഇപ്പോൾ 700-ലധികം നഗരങ്ങളിലായി 1.45 കോടിയോളം വീടുകളിൽ എത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവജനക്ഷേമത്തിനായി അടുത്തൊരു വർഷത്തിനകം 1 കോടിയിലേറെ യുവജനങ്ങൾക്ക് AI പരിശീലനം, മത്സര പരീക്ഷകൾക്ക് സൗജന്യ ഡിജിറ്റൽ പരിശീലനം, 2036 ഒളിമ്പിക്സിന് മുന്നിൽ കണ്ട 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ദേശീയ തലത്തിൽ സ്പോർട്സ് ടാലന്റ് ഹണ്ട് എന്നിവ പ്രഖ്യാപിച്ചു. കൂടാതെ രാജ്യ വളർച്ചയ്ക്ക് വേഗം കൂട്ടാൻ ഉൽപാദനം, ഭക്ഷ്യസംസ്കരണം, സാങ്കേതിക വിദ്യയുടെ നവീകരണം, പ്രതിരോധ ഉൽപാദനം, ഹരിതനീല സമ്പദ് വ്യവസ്ഥ, സോഫ്റ്റ് പവർ പ്രോത്സാഹനം എന്നിങ്ങനെ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് സപ്തധാര പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്തോനേഷ്യയിൽ വീണ്ടും ശക്തമായ ഭൂചലനം. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്തോനേഷ്യൻ സമയം പുലർച്ചെ 5:58 ഉണ്ടായത്. ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകി അധികൃതർ. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്തോനേഷ്യൻ സമയം പുലർച്ചെ 5:58 ഉണ്ടായത്. 10 കിലോമീറ്റർ താഴെയായാണ് ഈ ശക്തമായ ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈസ്റ്റ് നുസ തെങ്കാര പ്രവിശ്യയിലെ എൻഡെ നഗരത്തിന് വടക്കുപടിഞ്ഞാറായി 68 കിലോമീറ്റർ, അതായത് 42 മൈൽ അകലെയാണ് ഇതിന്റെ പ്രഭവകേന്ദ്രം. ഈ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ പ്രദേശത്ത് വൻ ഭീതിയാണ് നിലനിൽക്കുന്നത്. തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരാവുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടായ ശക്തമായ ഈ പിളർപ്പ് ഇന്തോനേഷ്യൻ ഭരണകൂടത്തെയും ദുരന്ത നിവാരണ സേനയെയും ഒരുപോലെ ജാഗ്രതയിലാഴ്ത്തിയിരിക്കുകയാണ്. ഏറ്റവും ഗൗരവകരമായ മറ്റൊരു വിഷയം ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നതാണ്. ഇന്തോനേഷ്യയുടെ കാലാവസ്ഥാ ഭൗതികശാസ്ത്ര ഏജൻസിയായ BMKG ആണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. തീരപ്രദേശങ്ങളിൽ നിന്നും നദീതീരങ്ങളിൽ നിന്നും ജനങ്ങൾ ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രകൃതിക്ഷോഭത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രധാന ഭൂചലനത്തിന് പിന്നാലെ 2 ശക്തമായ തുടർചലനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു തുടർചലനത്തിന് മാത്രം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. കടലിൽ നിന്നും 0.5 മീറ്റർ മുതൽ 1.6 മീറ്റർ വരെ ഉയരത്തിൽ ഭയപ്പെടുത്തുന്ന തിരമാലകൾ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ
സുരക്ഷിതങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. മറുഭാഗത്ത് ഓസ്ട്രേലിയൻ പ്രധാന ഭൂപ്രദേശത്തോ സമീപത്തുള്ള മറ്റു ദ്വീപുകളിലോ ഈ ഭൂകമ്പം മൂലം സുനാമി ഭീഷണി നിലവിലില്ല എന്ന് ഓസ്ട്രേലിയയുടെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണെങ്കിലും ഇന്തോനേഷ്യൻ തീരങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോതമംഗലം CAA ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്തു. സംഘടിത കുറ്റകൃത്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു SHO പ്രശാന്തിനെതിരെ ആയങ്കിയുടെ ഭീഷണി. തലശ്ശേരി ജയിലിലായിരുന്ന ഇയാളെ കോതമംഗലം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ തുടർന്ന് മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റി. കോതമംഗലം CA ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ തിങ്കളാഴ്ച വരെ കോതമംഗലം മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുകയും മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു സമാധാനമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ കോതമംഗലം SHO പ്രശാന്തിനെതിരെ ആയങ്കി ഫേസ്ബുക്കിൽ ഭീഷണി മുഴക്കിയത്. കോതമംഗലം ഊന്നുങ്ങൽ CIമാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കണ്ണൂർ സൈബർ പോലീസ് താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് ചെയ്ത് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റിയ ഇയാളെ കോതമംഗലം CA ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഓണക്കാലത്തെ യാത്രാ നിരക്ക് പരിഹരിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയവും കർണാടക സർക്കാരും പ്രത്യേക യാത്രാ സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചു. ചെന്നൈ, ബംഗളൂരു, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സെപ്റ്റംബർ ആദ്യവാരം വരെ 112 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ അനുവദിച്ചിട്ടുള്ളത്. ഓണക്കാലത്തെ യാത്രാനിരക്ക് പരിഗണിച്ച് റെയിൽവേ മന്ത്രാലയം കേരളത്തിലേക്ക് 112 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഇതിൽ ദക്ഷിണ റെയിൽവേയിൽ നിന്നുള്ള 54 സർവീസുകളും മറ്റ് സോണുകളിൽ നിന്നുള്ള 58 സർവീസുകളും സെപ്റ്റംബർ ആദ്യവാരം വരെ ചെന്നൈ, ബംഗളൂരു, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവിടങ്ങളിൽ നിന്ന് ലഭ്യമാക്കും. ഇതിനു പുറമെ ട്രെയിൻ ടിക്കറ്റ് ലഭ്യതക്കുറവും സ്വകാര്യ ബസ്സുകളുടെ അമിത നിരക്കും മൂലമുള്ള യാത്രാ പ്രതിസന്ധി ഒഴിവാക്കാൻ KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്ന് കർണാടക സർക്കാർ 150 KSRTC പ്രത്യേക ബസ്സുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്, കോട്ടയം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് തുടങ്ങിയ പ്രധാന ജില്ലകളിലേക്ക് സർവീസ് നടത്തുന്ന ഈ ബസ്സുകൾ നാട്ടിലേക്ക് പോകുന്നവർക്കായി ഈ മാസം 21 മുതൽ 25 വരെയും മടക്കയാത്രയ്ക്കായി 27 മുതൽ 30 വരെയുമുള്ള ദിവസങ്ങളിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. പാകിസ്ഥാനുമായുള്ള വെള്ളത്തിന്റെ വിഹിതത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനുള്ള വെള്ളത്തിന്റെ വിഹിതത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ കടുത്ത നിലപാട്. കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയാം. അതിനാൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വെള്ളത്തിന്മേലുള്ള പാകിസ്ഥാന്റെ അവകാശങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഇന്ത്യ സ്വീകരിക്കരുതെന്ന് ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ ഏകപക്ഷീയമായും നിയമവിരുദ്ധമായും കരാർ റദ്ദാക്കിയെന്നും പാകിസ്ഥാനുള്ള വെള്ളത്തിന്റെ വിഹിതം കുറയ്ക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നുമാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത്. പാകിസ്ഥാൻ അവകാശപ്പെട്ട ഓരോ തുള്ളി വെള്ളവും തങ്ങളുടെ റെഡ് ലൈനാണെന്നും ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960-ലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനുമാണ് കറാച്ചിയിൽ വെച്ച് ഈ ചരിത്രപരമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിരന്തരമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും കരാർ മരവിപ്പിച്ച നടപടിയിൽ യാതൊരു മാറ്റവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കുകയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളെയും മാധ്യമ വാർത്തകളെയും ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ റെക്കോർഡ് കുതിച്ചുചാട്ടം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ആകെ കയറ്റുമതി $129.32 ബില്യൺ സ്വതന്ത്ര വ്യാപാര കരാർ പങ്കാളിത്ത രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പദത്തിൽ അഭൂതപൂർവമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ ആകെ കയറ്റുമതി 15.92% നിന്ന് ഉയർന്ന് $129.32 ബില്യൺ എന്ന റെക്കോർഡ് സംഖ്യയിലെത്തി. ദക്ഷിണേന്ത്യൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യകത വ്യക്തമാക്കുന്ന കണക്കുകളിൽ സിംഗപ്പൂരിലേക്കുള്ള കയറ്റുമതി
101.2% വർധനവുണ്ടായി 6.52 ബില്യൺ ഡോളറായും അയൽ രാജ്യമായ ശ്രീലങ്കയിലേക്കുള്ള കയറ്റുമതി 123.8% ഉയർന്ന നിരക്കിൽ 2.35 ബില്യൺ ഡോളറായും കുതിച്ചുയർന്നു. പ്രാദേശിക വ്യാപാര കൂട്ടായ്മകളായ ASEAN മേഖലയിലേക്കുള്ള കയറ്റുമതി 61.6% നിന്ന് വർദ്ധിച്ച് 14.61 ബില്യൺ ഡോളറായും സാഫ്റ്റ മേഖലയിലേക്കുള്ള 36.6% വർദ്ധിച്ച് 8.40 ബില്യൺ ഡോളറിലുമെത്തി തങ്ങളുടെ സ്വാധീനം ശക്തമാക്കി. രാജ്യങ്ങൾ തിരിച്ചുള്ള വളർച്ച പരിശോധിക്കുമ്പോൾ മലേഷ്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, UK എന്നിവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ ഒപ്പുവെച്ച 17 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ 16 എണ്ണവും നിലവിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. കൂടാതെ ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ വരും പാദങ്ങളിൽ ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതിയിലും കൂടുതൽ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. ഗുണനിലവാരമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകതയും തന്ത്രപരമായ വ്യാപാര നയങ്ങളുമാണ് ഈ വലിയ വിജയത്തിന് ആധാരം. യുവപ്രതിഭകളുടെ പടയോട്ടത്തിന് വേദിയാകാൻ ഒരുങ്ങി കേരള ക്രിക്കറ്റ് ലീഗ്. 3ാം സീസണിൽ മികച്ച യുവതാരങ്ങളാണ് കളിക്കാനിറങ്ങുക. ഇത്തവണ ലീഗിന്റെ പ്രധാന ആകർഷണവും ഭാവിയിലെ വാഗ്ദാനങ്ങളായ കൗമാര താരങ്ങളാണ്. ഇന്ത്യൻ അണ്ടർ-19 ആദ്യ കൗമാരക്കൂട്ടത്തിന്റെ പ്രകടനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. 4 പേരും അണിനിരക്കുന്നത് തൃശൂർ ടൈറ്റൻസിനൊപ്പമാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ യുവപ്രതിഭകളുടെ മാമാങ്കത്തിനൊരുങ്ങുമ്പോൾ ടൂർണമെന്റിന്റെ പ്രധാന ഹൈലൈറ്റ് ഭാവിയിലെ വാഗ്ദാനങ്ങളായ കൗമാര താരങ്ങളുടെ സാന്നിധ്യമാണ്. ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ തിളങ്ങിയ മാനവ് കൃഷ്ണ, മുഹമ്മദ് ഇനാൻ എന്നിവർക്കൊപ്പം KR രോഹിത്, അമയ് മനോജ്, ജോബിൻ ജോബി തുടങ്ങിയ കൗമാരക്കൂട്ടത്തിന്റെ പ്രകടനങ്ങളിലേക്കാണ് ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇതിൽ മാനവ് കൃഷ്ണ, മുഹമ്മദ് ഇനാൻ, KR രോഹിത്, അമയ് മനോജ് എന്നീ 4 പ്രമുഖ താരങ്ങളും ഒരേ ടീമായ തൃശൂർ ടൈറ്റൻസിനൊപ്പമാണ് അണിനിരക്കുന്നത് എന്നത് ടീമിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നതോടൊപ്പം ടൂർണമെന്റിന്റെ പ്രധാന ആകർഷണവുമായി മാറുകയാണ്. വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.